കേരളത്തിലെ വടക്കൻ മലബാർ മേഖലയിലും കർണാടകയുടെ ചില ഭാഗങ്ങളിലും ആചരിക്കുന്ന ഒരു ഹൈന്ദവ മതപരമായ ആചാരമാണ് തെയ്യം. 8 മുതൽ 10 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആചാരപരമായ പ്രകടനമാണ് തെയ്യം. മന്ത്രങ്ങളുടെ നീണ്ട ജപവും ആചാരപരമായ തയ്യാറെടുപ്പുകളും ഉൾപ്പെടുന്ന ഒരു ആചാര പ്രകടനമാണിത്. ദേവന്റെ ശരീരത്തിലേക്കുള്ള പ്രവേശനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു നിമിഷമായി വിശ്വസിക്കപ്പെടുന്ന മുടി, അതായത് പവിത്രമായ ശിരോവസ്ത്രം അവതരിപ്പിക്കുന്നയാളുടെ മേൽ വെക്കുന്നതോടെയാണ് ഈ ആചാരം അവസാനിക്കുന്നത്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടമെന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലമെന്നും അറിയപ്പെടുന്നു. ദേവാരാധന നിറഞ്ഞ തെയ്യം അനുഷ്ഠാനത്തിൽ മന്ത്രപരമായ അനുഷ്ഠാനം, തന്ത്രപരമായ അനുഷ്ഠാനം, കർമ്മപരമായ അനുഷ്ഠാനം, വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്നു കാണുന്നു. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. ഉദാഹരണം മുച്ചിലോട്ട് ഭഗവതി. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു. ഉദാഹരണം കതിവന്നൂർ വീരൻ. ഏതാണ്ട് 500ഓളം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും 120ഓളം തെയ്യങ്ങളാണ് സാധാരണമായിട്ടുള്ളത്. അവയിൽ ചിലതാണ് വിഷ്ണുമൂർത്തി, ശ്രീ മുത്തപ്പൻ തെയ്യം, ഗുളികൻ, പാടിക്കുറ്റിയമ്മ, മുത്തപ്പൻ അന്തിത്തിറ, പുതിയ ഭഗവതി, പെരുംകളിയാട്ടം, അഗ്നികണ്ഠാകർണൻ, പടമടക്കി ഭഗവതി, മനക്കോട്ടമ്മ തുടങ്ങിയവ. തീയർ, നമ്പ്യാർ, നായർ, വാണിയർ, മണിയാണി എന്നീ വിഭാഗക്കാരുടെ കാവുകളിലോ തറവാടുകളിലോ ആണ് പ്രധാനമായും ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത്. മലബാറിലെ ക്ഷേത്രങ്ങളുമായും പുണ്യനദികളുമായും ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളും ആചാരങ്ങളും തെയ്യത്തിൽ ഉൾപ്പെടുന്നു. ഈ പ്രദേശത്തെ ജനങ്ങൾ തെയ്യത്തെ തന്നെ ഒരു ദൈവത്തിലേക്കുള്ള ഒരു ചാനലായി കണക്കാക്കുകയും അങ്ങനെ അവർ തെയ്യത്തിൽ നിന്ന് അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. കേരളത്തിൽ തെയ്യം പ്രധാനമായും വടക്കൻ മലബാർ മേഖലയിലാണ് അവതരിപ്പിക്കുന്നത്. അയൽ സംസ്ഥാനമായ കർണാടകയിലെ തുളുനാട് പ്രദേശത്തും ഭൂതക്കോല എന്നറിയപ്പെടുന്ന സമാനമായ ഒരു ആചാരം പിന്തുടരുന്നു. മലയാള മാസമായ തുലാം 10-ാം തീയതി മുതൽ തെയ്യം സീസൺ ആരംഭിച്ച് ഇടവ മാസത്തിൻ്റെ മധ്യം വരെ, അതായത് 7 മാസം വരെ നീണ്ടു നിൽക്കും. മുതിർന്ന പൗരുഷം, പ്രകടന വൈദഗ്ധ്യം, സമർപ്പണം എന്നിവയിലൂടെ അദ്ദേഹം പ്രശസ്തി നേടുന്നു. വേഷവിധാനങ്ങൾ പ്രധാനമാണ്. കഥാപാത്രങ്ങളുടെയും അവരുടെ ശക്തിയുടെയും അടിസ്ഥാനത്തിൽ ശൈലി, സങ്കീർണത, ഘടകഭാഗങ്ങൾ എന്നിവയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സങ്കീർണവും മനോഹരവുമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള രക്തവർണ്ണാങ്കിതമായ അടയാഭരണങ്ങളും ചെണ്ട, ചേങ്ങില, ഇലത്താളം, കറുംകുഴൽ, തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളും ലാസ്യ താണ്ഡവ നൃത്താദികളും സമ്മോഹനമായി സമ്മേളിക്കുന്ന തെയ്യം വിശ്വാസത്തോടൊപ്പം കലാസ്വാദന ചാതുര്യവും ഉണർത്തുന്ന അപൂർവമായ ഒരു കലാരൂപമാണ്. വർഷങ്ങൾ നീളുന്ന പരിശീലനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നല്ല തെയ്യക്കാരനാകാൻ കഴിയുകയുള്ളൂ. തെയ്യത്തെ തോറ്റിച്ച്, അതായത് പ്രാർത്ഥിച്ചുണർത്തുന്ന പാട്ടാണ് തോറ്റം പാട്ട്. പ്രത്യേക കാലങ്ങളിൽ സമൂഹ ജീവിതത്തെ സമർത്ഥമായി പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യരൂപം കൂടിയാണ് തോറ്റം പാട്ടുകൾ. കതിവന്നൂർ വീരന് തെയ്യത്തിൻ്റെ പാവാട മുളയുടെ കഷ്ണങ്ങൾ ചുവന്ന തുണിയിൽ പൊതിഞ്ഞാണ് നിർമ്മിച്ചിരിക്കുന്നത്. തീച്ചാമുണ്ടി തെയ്യം, പൊട്ടൻ തെയ്യം, ഒച്ചിട്ട തെയ്യം എന്നിവയുടെ പാവാടകൾ തെങ്ങിൻ്റെ ഓലകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചില തെയ്യങ്ങൾ ലളിതമായ ഒരു മുണ്ടാണ് ധരിക്കുന്നത്. തെയ്യങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങൾ കഥാപാത്രത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. തെയ്യം ആചാരപരമായ നൃത്തം, വാദ്യസംഗീതം, ചിത്രകല, ശില്പം, സാഹിത്യം എന്നിവയുടെ ഒരു സമന്വയമാണ്. വടക്കൻ മലബാറിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രാദേശിക സമൂഹം ഇപ്പോഴും വളരെയധികം അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ അദൃശ്യ പൈതൃകത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി തെയ്യം അംഗീകാരം നേടിയിട്ടുണ്ട്. ക്ഷേത്രം, വിഗ്രഹവിളക്ക് എന്നിവയിൽ ദൈവികതയെ ഒതുക്കി നിർത്താതെ ദൈവങ്ങൾക്ക് തങ്ങളുടേതായ ദൃഷ്ടികോണുകളിൽ രൂപവും ഭാവവും നൽകി
അതിനനുയോജ്യമായ അനുഷ്ഠാന പിൻബലം നൽകി തെയ്യമെന്ന ഉപാസനാ രീതിയെ മാനവരാശിക്ക് സമ്മാനിച്ച നമ്മുടെ പിതാമഹന്മാരുടെ ഒരു ആവിഷ്കാര ബോധത്തെ നാം അത്ഭുതത്തോടെയും അതുപോലെ തന്നെ അസൂയയോടെയും മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ തെയ്യങ്ങളെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മഞ്ജുളമായൊരു മുഖശ്രീയോടെ വർണ്ണമനോഹരമാം മെയ് അലങ്കാരത്തോടെ മൂർധാവിൽ മുടിയണിഞ്ഞ് തറവാട്ടുമുറ്റത്ത് തെയ്യക്കോലങ്ങൾ ആടുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്ര മനോഹരമായിരുന്നോ നമ്മുടെ ദേവീ ദേവന്മാരെന്ന് ഏവരും ചിന്തിച്ചു പോകും.